ചൂട് കുറയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് തണുപ്പ് ഇഷ്ടപ്പെടുന്ന രോഗാണുക്കളെ ചൂട് കൂട്ടിയിട്ട് അവരെ നശിപ്പിച്ച് കളയുന്ന ശരീരത്തിൻ്റെ ഉദ്ദേശമാണ്. പക്ഷേ നമ്മൾ വിവേചനരഹിതമായിട്ട് ചൂടിനെ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ രോഗാണുക്കൾ വിജയിക്കുന്നു. കാരണം അവർക്ക് അനുകൂലമായൊരു സാഹചര്യം, തണുത്ത സാഹചര്യം അല്ലെങ്കിൽ ഊഷ്മാവ് കുറഞ്ഞൊരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രോഗാണുക്കൾ 10 മടങ്ങ് വർദ്ധിക്കുകയും ശരീരത്തെ കൂടുതൽ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോഴാണ് ശരീരം വീണ്ടും ചൂടുയർത്താൻ ശ്രമിക്കും. അങ്ങനെ തമ്മിൽ ഫൈറ്റ്, ഈ ചൂട് പോരാ, ഇനിയും ചൂട് കൂട്ടണം, ഈ പ്രതിരോധം പോരാ എന്ന് കണ്ടിട്ട് ഇതുപോലെ ടഗ് ഓഫ് വാർ അവിടെ നടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഹൈപ്പർ പൈറക്സിയ എന്ന് പറയുന്ന ഊഷ്മാവ് വർദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ചെന്നുകയറുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച്, പനിയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഞാൻ കേരള കൗമുദിയിൽ എഴുതി അച്ചടിച്ച് വന്നിട്ടുള്ള പനിയെ സൂക്ഷിച്ചാൽ ക്യാൻസറിനെ പേടിക്കേണ്ട എന്ന ആർട്ടിക്കിൾ വായിച്ച് മനസ്സിലാക്കാനുള്ള അവസരമുണ്ടായാൽ അതിനകത്ത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നമുക്ക് ഈ പരിമിതമായ സമയം കൊണ്ട് പനിയെക്കുറിച്ച് ഇത്രമാത്രം ഈ എക്സാമ്പിൾ മനസ്സിൽ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ശരീരത്തിന് അകത്ത് കടന്നു കയറാൻ ശ്രമിക്കുന്ന രോഗാണുക്കളെ പുറന്തള്ളി ശരീരത്തെ രോഗമുക്തമാക്കാനുള്ള പ്രകൃതിയുടെ സ്വാഭാവികമായ ശ്രമമാണ് പനി എന്നത്. അതറിയാതെ കൈകാര്യം ചെയ്യുമ്പോൾ ഹൈപ്പർ പൈറക്സിയ എന്ന് പറയുന്ന തലത്തിലേക്കും ഫെബ്രൈൽ ഫിറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ ചെന്ന് രോഗാണുക്കളെ വഴിതെറ്റിച്ച് അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്ത് ഒരു സങ്കുചിതമായ മേഖലയിലേക്ക് കൊണ്ടുവന്ന് വളരെ ദയനീയമായ സങ്കീർണതയിലേക്ക് എത്തിച്ചേരുന്നു. പനി മരണങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാന കാരണവും ഈ അറിവില്ലായ്മയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പനി മരണങ്ങൾ ഉണ്ടാകുന്നത് ഈ അജ്ഞത മൂലമാണ്, ഈ അറിവില്ലായ്മ മൂലമാണ്. നേരെ മറിച്ച് ശാന്തമായ മനസ്സോടെ, പരിപൂർണമായ വിശ്രമത്തോടെ, ലഘുവായ ആഹാരത്തോടെ, വിശ്രാന്തിയിൽ വളരെ വിശ്രമമായ ഒരു 2-3 ദിവസം കടന്നുകൂടിയാൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ശരീരം തന്നെ പിന്തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് പനി. പേടിക്കേണ്ടതില്ല, പനിയെ ഭയക്കേണ്ടതില്ല. പനിയെക്കുറിച്ച് അറിയുക, പനി നമ്മുടെ രോഗപ്രതിരോധ ശക്തിയുടെ ഭാഗമാണെന്ന് കൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിനാവശ്യം സമഗ്രമായ സപ്പോർട്ടാണ്. അസുഖം വരുമ്പോൾ സംഭവിച്ചു പോകുന്നത് നമ്മുടെ മനസ്സ് സമചിത്തത നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമുക്ക് അനുകൂലമായ സമീപനത്തോടെ നമുക്ക് ആത്മവിശ്വാസം തരാൻ ഒരു സോഴ്സ് വേണം. അതാണ് ഹോളിസ്റ്റിക്കിൽ നമ്മൾ നൽകുന്ന സോഴ്സ്. അതിൻ്റെ കാരണം മനസ്സിലാക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും പനി കൊണ്ടാരും മരിക്കുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല.